ഹലോ, നമസ്കാരം. ഇന്നത്തെ ഐറ്റം ചക്ക അടയാണ് കേട്ടോ. അതിന് ചക്ക വേണം, നെയ്യ്, ശർക്കര ഒരു കപ്പ് വെള്ളത്തിൽ പാനിയാക്കിയിട്ട് നമ്മൾ അരിച്ചെടുക്കുന്നുണ്ട്. എന്തെങ്കിലും കല്ലും അരിപ്പൊടികളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രഷർ കുക്കറിൽ നന്നായി വേവിക്കണം കേട്ടോ. നെയ്യ്, ശർക്കരപ്പാനി, ചക്ക എല്ലാം കൂടി നന്നായി വേവിച്ചെടുത്തു. ഒരു പരന്ന പാത്രത്തിലേക്ക് ഇത് പകർത്തിയിട്ട് അതിൽ കുറച്ച് ജീരകപ്പൊടി, അര സ്പൂൺ ജീരകപ്പൊടി, അര സ്പൂൺ ഉപ്പ്, പിന്നെ ആവശ്യത്തിന് മാത്രം അരിപ്പൊടി. നമുക്ക് മാവ് പരത്തിയെടുക്കാൻ പാകത്തിനുള്ള അരിപ്പൊടി മതി. ചക്കയുടെ ടേസ്റ്റാണ് കൂടുതൽ നിൽക്കേണ്ടത്. ബട്ടർ പേപ്പറിലാണ് കേട്ടോ ഇത് പരത്തണത്. ഇലയില്ലാത്തവർക്ക് ബട്ടർ പേപ്പറിലും ചെയ്ത് നോക്കാം. ഇലയിലാണ് കൂടുതൽ ടേസ്റ്റ്, എന്നാലും ഇല കിട്ടാത്തവർക്കൊക്കെ ബട്ടർ പേപ്പറിലും ചെയ്യാം. ബട്ടർ പേപ്പറിലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു നെയ്യോ ഓയിലോ ബട്ടറോ എന്തെങ്കിലും അതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ അത് വിട്ടു പോരുള്ളൂ ശരിക്ക്. ഞാൻ 2 തരം പേപ്പറിലാക്കുന്നുണ്ട്. ഇത് നമ്മൾ എയർ ഫ്രയറിലേക്ക് മേടിച്ച ബട്ടർ പേപ്പറാണ്. അതിലും ഞാൻ പരത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ എയർ ഫ്രയറിലത്തെ പേപ്പറിലാണ് ഒന്നും കൂടി കുറച്ചും കൂടി അത് വിട്ടു പോരുന്ന പോലെ തോന്നി, മറ്റേ വൈറ്റ് പേപ്പറിനേക്കാളും തോന്നിയത്. എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. കുറച്ച് നാളികേരം അതിന് മീതെ ഇങ്ങനെ വിതറി കൊടുക്കാം. എന്നിട്ട് അടച്ച് നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇഡ്ഡലിത്തട്ടിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. 10-15 മിനിറ്റ് അത്ര ടൈമിൻ്റെ ഉള്ളിൽ അത് വെന്ത് കിട്ടും. അടച്ചു വെച്ച് 10-15 മിനിറ്റിന് ശേഷം ചൂടാറിയതിൻ്റെ ശേഷം മാത്രമേ നമുക്ക് ആ പേപ്പർ ശരിക്കും വിട്ട് കിട്ടുന്നുള്ളൂ. വളരെ ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു പ്രോസസ്സായിരുന്നു ഇത്. കണ്ടോ, വാഴയിലാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് നമുക്ക് വിട്ട് കിട്ടും. വാഴയില കിട്ടാത്തവർക്കൊക്കെ ഇങ്ങനെ ബട്ടർ പേപ്പറിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ബട്ടർ പേപ്പറിൽ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത്. കുഴപ്പമില്ല, ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ചക്കയുടെ ടേസ്റ്റ് തന്നെയാണ് കൂടുതൽ നിൽക്കുന്നത് കേട്ടോ. അപ്പോഴാണ് ഇതിന് ശരിക്കും അതിൻ്റെ ഒരു ചക്ക അട എന്നുള്ളത് കറക്റ്റ് ആവണുള്ളൂ. അരിപ്പൊടി കൂടുതലായി കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് ചിലപ്പോൾ അത്ര കിട്ടുമോ തോന്നിയില്ല. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.